ലവ് യു ദാദാ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ആകാശ്, താങ്ക് യു അർച്ചി. നല്ലൊരു സ്നേഹം തന്നതിന് താങ്ക് യു സോ മച്ച്. എനിക്കറിയില്ല ഞാന് നിങ്ങൾ എക്സ്പെക്ടേഷൻ വരെ തരുമോ പറ്റുമോ ഇല്ലെന്ന് എനിക്കറിയില്ല. പക്ഷെ താങ്ക് യു സോ മച്ച് ഗൈസ്. ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. സോ ബിയോണ്ട് ഇൻഫിനിറ്റി എങ്ങനെ ഉണ്ടായിരുന്നു ഇതുവരെ? അമേസിംഗ് അല്ലേ? അമേസിംഗ് റൈറ്റ്. സി എല്ലാ BICC-ലും ഇപ്പൊ ഇതിനു മുമ്പ് ഇപ്പോ കോവിഡ് വന്ന സമയത്ത് എല്ലാം ഓൺലൈൻ ആയ സമയത്ത് ഇത് ശരിക്കും BTC ആയിരുന്നു. ബേസിക് ട്രെയിനിങ് കോഴ്സ് നമ്മൾ വിളിക്കാം. എല്ലാ മോഡ്യൂൾസും നമ്മൾ കവർ ചെയ്യും. എല്ലാ ലീഡേഴ്സും എല്ലാവരും ഷെയർ ചെയ്യും. അപ്പൊ ഞാന് വരും, എന്നിട്ട് സെറ്റ് ചെയ്യും ഒരു സ്റ്റുഡന്റിനെ പോലെ. ഇപ്പോഴും അതെ, ഞാൻ ചെയ്യുന്ന സാധനമാണ്. അത് വളരെ നല്ല രസമാണ്. ഒരുപാട് ആൾക്കാര് അവരുടെ എക്സ്പീരിയൻസ് പറയുന്നതും ഷെയറിങ് പറയുന്നതും അവരുടെ നോളജ് പറയുന്നതും. ഓക്കെ, സോ നമ്മള് ഡേ സ്റ്റാർട്ട് ചെയ്തത് ന്യൂക്ലിയർ ബോംബായിട്ടായിരുന്നു അല്ലെ? രാകേഷ് കിങ്ങർ. ഞാൻ വിളിക്കുന്നത് ന്യൂക്ലിയർ ബോംബ് എന്നാണ്. കാരണം ഭയങ്കര പാഷനാണ്, ഭയങ്കര എനർജിയാണ് അല്ലെ? ആള് എപ്പോഴും ബ്ലാസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്, ഏത് സമയത്തും ബ്ലാസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അതാണ് രാകേഷിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് പരിചയമുണ്ട്. അതിനുശേഷം ജോയ് വന്നു, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി എത്ര വലുതാണ് എന്ന് പറഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ അതൊന്ന് മനസ്സിലായില്ലേ? നമ്മൾ എപ്പോഴും ചെയ്യുന്ന സംഗതിയാണ്, എല്ലാ ആഴ്ചയും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എടുക്കാനുള്ളതാണ്. പിന്നെ ശാന്തനു വന്നു, ഫാക്ട്സ് ഫിഗേഴ്സ് പറഞ്ഞു അല്ലെ? നമ്മളെ കമ്പനീസിന്റെ അച്ചീവ്മെന്റ്സ്, എല്ലാ കാര്യങ്ങളും, ഫൗണ്ടേഴ്സിന്റെ വിഷൻ, എല്ലാ കാര്യങ്ങളും. പഠിച്ച ആൾക്കാരുടെ ഒരു ഗുണം എന്താണെന്നറിയോ? അവർക്ക് അവർക്ക് പ്രോപ്പർ ആയിട്ട് ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ പറ്റും അല്ലെ? അതാണ് ഈ ബിസിനസിന്റെ ബ്യൂട്ടി അല്ലെ? പിന്നെ ഹോങ്നോക്ക് വന്നു, ഹോങ്നോക്ക് ജയർ ഷെയർ ചെയ്തു. പിന്നെ ബ്യൂട്ടിഫുൾ പൂനം, മനീഷ് ഒരു വാക്ക്, ഒരു വേർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൂനത്തിന് വിളിക്കുന്ന ഒരു വാക്ക്. കാരണം പൂനം ലീഡ് ചെയ്യുന്നത് ഫുള്ള് ആർമി ടീമിനെയാണ് അല്ലെ? ആർമി ഓഫീസേഴ്സിനെയാണ്. ഫീൽഡ് മാർഷൽസ്, അവരൊരു ഫീൽഡ് മാർഷലെ പോലെയാണ് പൂനം. സോ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ത് ഷെയർ ചെയ്യാം. ഒന്നും ഇല്ലല്ലോ, ഒന്നും ബാക്കിയില്ലല്ലോ. കാരണം ഡേ 1, കാരണം ഇത്രയും ആൾക്കാരുടെ അടുത്തുനിന്ന് കേട്ട സമയത്ത്, ഇത്രയും വാക്കുകൾ കേട്ട സമയത്ത്, ഇത്രയും സ്കില്ല് കിട്ടിയ സമയത്ത് വേറൊന്നും ഇല്ല അല്ലെ? അല്ലെ? അത് ഒരു ഫാമിലി ഷോ ആണ്. കാരണം എനിക്ക് പറയാൻ പറ്റൂല, ഞാന് ഒതുക്കി പിടിച്ചിരിക്കുകയാണ്. കാരണം ഈ ഇവന്റ്സിന്റെ ബ്യൂട്ടി എന്താണെന്നറിയോ? നമുക്ക് എല്ലാ ഫാമിലിനെയും ഒരു കൊടക്കീഴിൽ നമുക്ക് എത്താൻ പറ്റും അല്ലെ? അവരെ എനർജി ഷെയർ ചെയ്യാൻ പറ്റും. കറക്റ്റ്. ഞാൻ അഹമ്മദാബാദിലെ ടീമിന്റെ ഒപ്പമാണ്. ഞാൻ പെട്ടെന്ന് വീട്ടിലേക്ക് വന്നതാണ്. കാരണം ഈ സെഷൻ എടുക്കാൻ ഞാൻ റെസ്പോൺസിബിലിറ്റി എടുത്തിരുന്നു. അല്ലാതെ നമ്മളൊരു 30 പേരൊക്കെ ഉള്ള ഒരു ഗ്രൂപ്പ് ആയിരുന്നു, ഒരു റൂമിലായിരുന്നു. അപ്പൊ ഒരു ഗ്രൂപ്പ്, ഒരു സിറ്റിയിലുള്ള ആൾക്കാർ, എനിക്ക് കൊൽക്കത്ത കാണാൻ പറ്റും, മുംബൈ മൾട്ടിപ്പിൾ പ്ലേസസ് കാണാൻ പറ്റും, കുമാർ സാബ്, കുറച്ച് ആൾക്കാരും കൂടിയുണ്ട്, മദ്രാസ്, ബില്ലിനേഴ്സ്, റൈറ്റ്, ഡൽഹി ഓഫ് കോഴ്സ്, നമുക്ക് വലിയൊരു ഗാദറിംഗ് ഉണ്ട് അവിടെ. ഭൂട്ടാൻ, ഓസ്ട്രേലിയ, എല്ലാവരും ഉണ്ട് അല്ലെ? ഇവൻ മിഡിൽ ഈസ്റ്റിലുണ്ട്. എല്ലാവരും ഒരുമിച്ചാണ് അല്ലെ? ഇന്ന് അസോസിയേഷന്റെ പവർ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ? കുറച്ച് ആൾക്കാര്, എനിക്കറിയാം, കുറച്ച് ആൾക്കാര് ഒരു ജോഗ്രഫിക്കൽ ലിമിറ്റേഷൻ ഉണ്ട്. ചില ആൾക്കാർ റിമോട്ട് ആയിട്ടുള്ള ലൊക്കേഷൻ ആയിക്കാരം, അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഒരേ സിറ്റിയിലാണെങ്കിൽ, എന്നിട്ട് നിങ്ങൾ ടീമിന്റെ ഒപ്പം എല്ലാം അറ്റൻഡ് ചെയ്യുന്നതാണെങ്കിൽ, നിങ്ങൾ ഏറ്റവും വലിയൊരു മൊറോണോ ഈ ലോകത്തിൽ തന്നെ. ഓക്കെ, ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ്, ഞാൻ ഏറ്റവും വലിയ മോറോണ്. പക്ഷെ നിങ്ങൾ ഉള്ള സിറ്റിയിൽ നിങ്ങളെ ടീം ഉണ്ട്, നിങ്ങളുടെ ടീം ഗ്യാദർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എത്തിയിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾ ഏറ്റവും വലിയ മോറോണാണ്. ഞാനിത് ഓപ്പൺ ആയിട്ട് പറയാം. കാരണം ഈ ബിസിനസ്സിന് കംപ്ലീറ്റ് ഓണർഷിപ്പ് വേണം. എങ്ങനെയാണെന്നറിയോ? ഇത് എന്റെ ഇവന്റാ. അങ്ങനെ
എത്ര ആൾക്കാർക്ക് തോന്നിയിട്ടുണ്ട് ഇത് എന്റെ ഇവന്റ് ആണെന്നുള്ളത്? എനിക്ക് ഡിജിറ്റൽ റേസ് അല്ല, ഫിസിക്കൽ റേസ്. എനിക്ക് ഫിസിക്കലി റേസ്, ഡിജിറ്റൽ റേസ് അല്ല, ഫിസിക്കൽ റേൻസ്, ഫിസിക്കൽ റേൻസ് മാത്രം. എത്ര ആൾക്കാർക്ക് തോന്നിയിട്ടുണ്ട് ഇത് എന്റെ സ്വന്തം ഇവന്റ് ആണ് എന്നുള്ളത്? സി സോ നിങ്ങൾക്ക് ഫീൽ ആവുകയാണ് ഇത് എന്റെ ഇവന്റ് ആണ് എന്ന് ഫീൽ ആവുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആക്ഷൻസ് വേണം, അല്ലെ? അതായത് ഒരാള് ഒരാളുടെ കല്യാണം നടന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ആ കല്യാണത്തിന്റെ ഇടയിൽ ജസ്റ്റ് ഡാൻസ് കളിക്കുകയാണ്, അതിന് അങ്ങനല്ല. നിങ്ങളുടെയാണ് കല്യാണം, നിങ്ങളുടെയാണ് ഇത്. ആ ഒരു സന്തോഷത്തിൽ നിങ്ങൾ കല്യാണം കഴിക്കണം, ആ ഒരു സന്തോഷത്തിൽ നിങ്ങൾ ഡാൻസ് കളിക്കണം, റൈറ്റ്? സോ ഇത് നിങ്ങളുടെ വെഡിങ് ആണ്, റൈറ്റ്? സോ ഈ ഇൻഫർമേഷൻ, ഈ ടൂൾസ്, ഈ ഫാക്ട്സ്, പൂനം പറഞ്ഞ പോലെ മൈൻഡ് സെറ്റ്, പ്രൈമറി മൈൻഡ് സെറ്റ് എന്താ അറിയോ? ഇത് എന്റെ ബിസിനസ് ആണ്. സി ഇവന്റ് നടക്കുന്ന സമയത്ത് ഒരു പ്ലേസില്, ഒരു ഹാളില്, അല്ലെങ്കിൽ ഒരു ബോൾ റൂമില്, ഒരു ഓഡിറ്റോറിയത്തില്, എവിടെ ആയിക്കോട്ടെ, ഞാൻ എന്റെ ടീമിന്റെ ഒപ്പം ഉണ്ടാവും. കാരണം ഇത് എന്റെ ഇവന്റാ, ഇത് എന്റെ ബിസിനസ്സാ. അതുവരെ നിങ്ങൾക്ക് തോന്നാണ്, ഓ അപ്ലൈൻ എന്നെ വിളിച്ചു, ഞാൻ അങ്ങോട്ട് പോവാ, ഞാനൊന്നവിടെ പോയോക്കട്ടെ. ഈ ബിസിനസ് നിങ്ങൾക്ക് വർക്കാവില്ല, ഈ ബിസിനസ് ഒരിക്കലും വർക്കാവില്ല. ആ ഫീലിങ്സ് അവിടെ ഉള്ളിടത്തോളം കാലം നമ്മൾ എപ്പോഴും വിളിച്ചുകൊണ്ടേയിരിക്കണം. സി ഞാൻ ഒരാളെ ഞാൻ കേട്ടൊരു കാര്യമാണ്, ഞാൻ ആളെ പേര് പറയുന്നില്ല, ബട്ട് ഓക്കെ, ഞാൻ പറഞ്ഞു കേട്ട ഒരാളുടെ അടുത്ത് നിന്ന് ഇവന്റിൽ ഒരാൾ വരുന്നുണ്ട് എന്നുള്ള ഒരു ഇതുകൊണ്ട് എനിക്ക് അയാളുടെ ഫേസ് എനിക്ക് ഇഷ്ടമല്ല, കാണാൻ എനിക്ക് ഇഷ്ടമല്ല. അത് കാരണം ഞാൻ വരുന്നില്ല. സി എന്താ രസം എന്നറിയോ? കാണാൻ ഇഷ്ടമല്ലാത്ത ഒരാള് നിങ്ങളുടെ ഡൗൺലൈനാണ്. ബെസ്റ്റ് പാർട്ട് എന്താണെന്നറിയോ? ഞാൻ ആ സ്ഥലത്താണെന്നാണെങ്കിൽ, എനിക്ക് ആളെ കാണാൻ താല്പര്യമല്ല, നാളെ എന്റെ ടീമിലെ ഭാഗമാണെന്നാണെങ്കിൽ, ആളുടെ എഫേർട്ട്, ആളുടെ ടൈം, അത് എന്റെയിലും കണക്ട് ആവൂലേ? ഞാൻ ആളുടെ ഒപ്പം തോളിൽ കൈ ഇട്ടിട്ട് ഞാൻ പറയും, ഞാൻ നിങ്ങളുടെ ഒപ്പം ഉണ്ട്, നമുക്ക് ഒരുമിച്ച് ചെയ്യാന്ന് പറയും. കാരണം ആള് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ക്യാഷ് കിട്ടൂലേ? റൈറ്റ്? നമ്മൾ മനസ്സിലാക്കണം, നമ്മളുടെ ഈഗോ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കണം, എന്നാൽ മാത്രമേ നമ്മളെ ബാങ്ക് ബാലൻസ് പൊന്തുള്ളൂ. ഞാൻ ഇന്നലെയും കൂടി പുതിയ IIP ബാച്ചിനോട് സംസാരിച്ചതാ. നിങ്ങളെ ഈഗോ, നിങ്ങളെ ബാങ്ക് ബാലൻസ് രണ്ടും ഓപ്പോസിറ്റ് വശങ്ങളാ, റൈറ്റ്? സോ കംപ്ലീറ്റ് ഓണർഷിപ്പ് ഉണ്ടായിരിക്കണം എൻ്റയർ ബിസിനസിന്റെ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഇങ്ങനത്തെ ഇവന്റുകള് എല്ലാവരും കോവിഡിന് മുമ്പേ BC, ആഫ്റ്റർ കോവിഡ് AC, ഓക്കെ? സോ ആഫ്റ്റർ കോവിഡ് കിഡ്സ്, കോവിഡിന് കഴിഞ്ഞിട്ടുള്ള കിഡ്സ്, ഈ കോവിഡിന് ശേഷം സ്റ്റാർട്ട് ചെയ്ത പാർട്ട്നേഴ്സ്, എനിക്ക് തോന്നുന്നത് എവിടെയോ ആൾക്കാർക്ക് ആ ഒരു കൊടക്കീഴിൽ വന്നിട്ടുള്ള ആ ഒരു എനർജി അറിയില്ല എന്ന് തോന്നുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മള് മക്ക, മദീന, അല്ലെങ്കിൽ ചേർച്ച്, അല്ലെങ്കിൽ വിഷ്ണു ദേവി അമ്പലം, അജ്മീർ, ആൾക്കാരൊക്കെ അവിടെ പ്രാർത്ഥിക്കാൻ പോകുന്നത് ഒരു കൊടക്കീഴില്? ദൈവം എല്ലായിടത്തും ഇല്ലേ? ദൈവം എല്ലായിടത്തും ഇല്ലേ? എല്ലായിടത്തും പറയുന്നത് ഒറ്റ കാര്യമല്ലേ, ദൈവം എല്ലായിടത്തും ഉണ്ട് എന്നുള്ളത്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മള് ഒരു റൂഫിന്റെ കീഴിൽ, അല്ലെങ്കിൽ ഒരു കൊടക്കീഴിൽ വന്നിട്ട് നിൽക്കുന്നത്? കാരണം ആ പ്ലേസ് ആ ഒരു എനർജി തരും, അല്ലെ? ആ പ്ലേസ്, ആ ഒരു എനർജി, അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് വൈബ് ഗോഡിന് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെ? നമ്മൾ ആ ഒരു എൻവയോൺമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും, അല്ലെ? സോ എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അതായത് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് VP സച്ചിൻ പൂനെന്ന് മുംബൈയിലോട്ട് ട്രാവൽ ചെയ്യാണ്. ഞങ്ങൾ ഇങ്ങനെ നോക്കും, എല്ലാ വിസിറ്റിലും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. കാരണം ഞാൻ ഭയങ്കര ബിസി ആയിക്കാരം എന്റെ ജോലിയിൽ. അപ്പൊ എല്ലാ ചെറിയ മൊമെന്റിലും ഞാൻ റെഡിയാണ്.
എന്തൊക്കെയാണ് പോസിബിൾ ആണ് അതൊക്കെ അറിയാൻ വേണ്ടി. സോ എപ്പോഴും ആളൊരു ഇവന്റ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത്, ഇന്ന് ബിയോണ്ട് ഇൻഫിനിറ്റി ഇവന്റ് അല്ലെങ്കിൽ ബീകോൺ അല്ലെങ്കിൽ നിങ്ങൾ മാജിക് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഫ്രീഡം കാണുന്ന സമയത്ത് അല്ലെങ്കിൽ വേറെ എല്ലാ ഇവന്റും കാണുന്നത് അതൊക്കെ വലുതാണ് അല്ലെ. ഞങ്ങൾ ഇവന്റ്സ് വെറും 10 ആൾക്കാരെ ഉണ്ടാവുള്ളൂ, 20 ആൾക്കാരെ ഉണ്ടാവുള്ളൂ. ചില ആൾക്കാർ ഇപ്പൊ എനിക്കറിയാം, കൊൽക്കത്ത കുറച്ച് ആൾക്കാർ നിലത്തിരിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ. അത് നോക്കുകയാണെങ്കിൽ ഈ ആൾക്കാർ ഞങ്ങളെക്കാളും കൂടുതലാണ്. എന്റെ ഫസ്റ്റ് ഇവന്റിനേക്കാളും കൂടുതൽ ആൾക്കാരാണിത്. ഇതെന്റെ അപ്ലൈന്റെ വീട്ടിൽ നടക്കുന്ന കാര്യമാണ്, ഒരു ദിവസത്തെ ഇവന്റ്. ഇന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അവിടെ കവർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ എപ്പോഴും പറഞ്ഞില്ല, ഓ ഞങ്ങളെ ഹാർട്ട്, ഞങ്ങളെ ഹീറോ വരുന്നുണ്ട്, രജനീകാന്ത് വരുന്നുണ്ട്, അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കും. പക്ഷെ ഞങ്ങള് കംപ്ലീറ്റ് ഓണർഷിപ്പ് എടുത്തിട്ടായിരുന്നു. ഈ ബിസിനസ് എന്റെയാണ്, ഈ ഇവന്റ് എന്റെയാണ്, ആ രീതി. എന്നിട്ട് നമ്മൾ മുംബൈ ബിൽഡ് ചെയ്തതിനു ശേഷം ഞങ്ങൾ ഗുജറാത്തിലോട്ട് പോയി. അവിടുന്ന് മുംബൈ ടീമിനെ ഗുജറാത്ത് കൊണ്ടുവന്നു ഇവന്റ്സ് ഉള്ള സമയത്ത്. സോ ഒരു മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ക്വാർട്ടറിൽ ഒരിക്കൽ ഗുജറാത്ത് ടീമിന് ട്രാവൽ ചെയ്യിക്കും 2 ദിവസത്തെ ഇവന്റ് അറ്റൻഡ് ചെയ്യിക്കാൻ വേണ്ടിട്ട്. അങ്ങനെയാണ് അഹമ്മദാബാദിലും ഗുജറാത്തിന്റെ ആ ഒരു എനർജി ഇതാക്കിയത്. അതായത് ഗുജറാത്ത് പീപ്പിൾക്ക് മുംബൈത്തെ ക്രൗഡ് കാണാൻ പറ്റും, ആ ഒരു എനർജി കിട്ടും. കാരണം ഗുജറാത്ത് സമയത്ത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അടുത്ത ഇവന്റ് എപ്പോഴും മുംബൈയിലാവും. അപ്പൊ ഗുജറാത്ത് ടീമിന് എന്താക്കും, ഈവൻ ദോ അഹമ്മദാബാദ് ഇവന്റ് അറ്റൻഡ് ചെയ്തെങ്കിൽ പോലും അവരോട് മുംബൈയിലോട്ട് വരാൻ പറയും. എൻറ്റയർ ടീം, മുംബൈ ടീം ഗുജറാത്ത് ടീം ഒരുമിച്ച് ബിൽഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഡൽഹി ബിൽഡ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഡൽഹി എനിക്ക് 4-5 സൈനപ്പ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ ടീമിൽ. പക്ഷെ എന്നിട്ട് പോലും നമ്മൾ അങ്ങോട്ട് പോയി. മുംബൈത്തെ ടീമിന് അഹമ്മദാബാദ് ടീമിനെ എടുത്തു ഡൽഹിയിലോട്ട്. കാരണം പുതിയ ആൾക്കാർ പഴയ ആൾക്കാരെടുത്തു. പുതിയ ആൾക്കാർക്ക് എന്തായാലും അറ്റൻഡ് ചെയ്യണം, പഴയ ആൾക്കാർക്ക് പുതിയ ആൾക്കാരെ ടേക്ക് കെയർ ചെയ്യും വേണം, അറ്റൻഡ് ചെയ്യും വേണം. കാരണം എല്ലാ ദിവസവും ബിസിനസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ. ഇന്ന് എന്താണോ ബിസിനസ്, ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും വയ്യ 15 വർഷം മുമ്പ് എന്തായിരുന്നു എന്നുള്ളത്. ഞാൻ 15 വർഷം, 14 ആകാശ് ഒരു കൊല്ലത്തെ ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട് തോന്നുന്നു. പക്ഷെ 15 വർഷം മുമ്പാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, സോ നമുക്ക് ബിൽഡ് ചെയ്തേ പറ്റൂ. അതുവരെ എനിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫീൽ ആയിട്ടില്ല ഇത് എന്റെ ശാന്തന് പറഞ്ഞ പോലെ ഒരു കമ്പനിയും പെർഫെക്റ്റ് അല്ല, ഒരു അപ്ലൈനും പെർഫെക്റ്റ് അല്ല. ഒരാളും, നിങ്ങളെ ഗ്രേറ്റ് ലീഡേഴ്സ് ഒരുപാട് ഇപ്പൊ വന്ന അതിമനോഹരായിട്ടുള്ള ആൾക്കാര് ആരും പെർഫെക്റ്റ് അല്ല. ഞാൻ പെർഫെക്റ്റ് അല്ല, വി പാർട്ട്ണർ സച്ചിൻ പെർഫെക്റ്റ് അല്ല. പക്ഷെ നമ്മളെല്ലാവരും ബെറ്റർ ആവാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് നമ്മളുടേതായ ഓണർഷിപ്പ് എടുക്കണം, നമുക്ക് ബിസിനസിന്റെ കംപ്ലീറ്റ് ഓണർഷിപ്പ് എടുക്കണം. അപ്പോഴാണ് നമ്മൾ ബെറ്റർ ആവുള്ളൂ, ബിസിനസ് ബെറ്റർ ആവുള്ളൂ. നമ്മൾ കംപ്ലീറ്റ് ഓണർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് ഓണർഷിപ്പ് ഇവന്റ്സിൽ എടുക്കും. ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആണ് കേട്ടോ. കാരണം എന്തുകൊണ്ടാണ് നമുക്ക് ഇവന്റ്സിന്റെ ഇമ്പോർട്ടൻസ് അറിയാത്തത്? ഈ ഗ്യാതറിങ്സ് ഒരുപാട് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈവൻ എത്ര ആൾക്കാർക്ക് വിശ്വാസം ഉണ്ട്? 6 സ്റ്റേജ്, മെന്റൽ സ്റ്റേജ്: അക്സെപ്റ്റൻസ്, ബിലീവ്, നോളേജ്, ഓണർഷിപ്പ്. എത്ര ആൾക്കാർക്ക് ഓർമ്മയുണ്ട്? IIP കോൺവൊക്കേഷനിലൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ, മൾട്ടിപ്പിൾ മോഡ്യൂൾസിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. ഈ ഇവന്റ്സ് നിങ്ങൾ അക്സെപ്റ്റൻസ് ബിലീവും ആഡ് ചെയ്യും. ഈ ഇവന്റ്സ് ഹെൽപ്പ് ചെയ്യും നിങ്ങളെ ടീമിനെ ക്രോസ് ചെയ്യാൻ, ആദ്യത്തെ 2 സ്റ്റേജ് ക്രോസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അക്സെപ്റ്റൻസ് അത് റിയൽ ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ് എന്നുള്ളത്. അക്സെപ്റ്റൻസ് ഓക്കെ, എനിക്ക് ശരിക്കും വേണ്ട ഒരു ബിസിനസ് ആണ്. കാരണം എന്ത് വേണേലും നാളെ നടക്കും. ആർക്കെങ്കിലും ഇവിടെ ഗ്യാരണ്ടി തരാൻ പറ്റുമോ നിങ്ങൾ എല്ലാവരും നാളെ നീക്കും എന്നുള്ളത്? ഇല്ല, ഒരു ഗ്യാരണ്ടി പോലും ഇല്ല അല്ലെ. ലൈഫിനൊരു ഗ്യാരണ്ടി പോലും ഇല്ല. പക്ഷെ ഈ ബിസിനസ് വൺസ് നിങ്ങളൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, വൺസ് നിങ്ങളൊരു ലീഡറിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, വൺസ് നിങ്ങളൊരു ടീമിനെ, ഒരു ഓർഗനൈസേഷനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്യാരണ്ടി തരാം: നിങ്ങൾ അവിടെ ഇല്ലെങ്കിൽ പോലും നിങ്ങളെ ഫാമിലിനെ ഇവിടെ ടേക്ക് കെയർ ചെയ്യും. ആ വിശ്വാസം, ആ അക്സെപ്റ്റൻസ് ക്രോസ് ചെയ്യും. ആ ഇൻഡസ്ട്രിയുടെ ബിലീവ്, പ്രൊഡക്ട്സ് ആൻഡ് സർവീസിന്റെ ബിലീവ്, കമ്പനിന്റെ ബിലീവ്, ഈ ഇവന്റ്
നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ ഈ ഇവന്റ് മാത്രമല്ല, ഈ ബിയോണ്ട് ഇൻഫിനിറ്റി വരാൻ പോവാണ് അല്ലെ? എത്ര ആൾക്കാർ എക്സൈറ്റഡ് ആണ് ബിയോണ്ട് ഇൻഫിനിറ്റിക്ക്? ഫാൻസ്, മേക്ക് സം നോയ്സ്. എനിക്ക് കേൾക്കാൻ പറ്റില്ല, പക്ഷെ എനിക്ക് നിങ്ങളെ എനർജി ഫീൽ ചെയ്യാം. ഒരു നോയ്സ് ക്രിയേറ്റ് ചെയ്യും ബിയോണ്ട് ഇൻഫിനിറ്റിക്ക്. നിങ്ങൾ ഇപ്പോഴും ബിയോണ്ട് ഇൻഫിനിറ്റിക്ക് രജിസ്റ്റർ അല്ല എന്നാണെങ്കിൽ നിങ്ങളെ ആത്മാവ് നിങ്ങളെ രക്ഷിക്കട്ടെ. മേ യുവർ സോൾ റെസ്റ്റ് ഇൻ പീസ് ഈ ബിസിനസ്സിൽ. കാരണം ഇവന്റ് ടു ഇവന്റ് ആണ് നമ്മളെ ബിസിനസ് ബിൽഡ് ചെയ്യുക. പൂനെ ടു മുംബൈ, മുംബൈ ടു അഹമ്മദാബാദ്, മുംബൈ അഹമ്മദാബാദ് പീപ്പിൾ ഗോയിങ്, ആൾക്കാർ ഡൽഹി പോയി. ഇത് ചെയ്തിട്ടാണ് കാരണം നമുക്കറിയാം ഈ ബിസിനസ്സിന് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, ഫിസിക്കലായിട്ട് ഒന്നുമില്ല. നമുക്ക് റെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, മെയിൻ്റെനൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല, കറണ്ട് ബില്ല് കൊടുക്കേണ്ട ആവശ്യമില്ല, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഷോറൂമോ ഒരു ഗോഡൌണോ ഒരു ഫാക്ടറിയോ ഒന്നും വേണ്ട. ബെസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞ ഇതാണ്. പക്ഷെ വേസ്റ്റ് പാർട്ട് എന്താണെന്നറിയോ? ഇതന്നെയാണ്, ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്തത്. അവിടെയാണ് ഈ ഇവന്റ്സ്, റൈറ്റ്? സോ ഇവന്റ്സ് ടു ഇവന്റ്, അവിടെയാണ് ഈ ബിസിനസ് ബിൽഡ് ആവുന്നത്. ഇവന്റ് എന്ന് പറഞ്ഞ ഒരു കാറ്റലിസ്റ്റ് പോലെയാണ്. ഇവന്റ് എന്ന് പറഞ്ഞ ഒരു കാറ്റലിസ്റ്റ് പോലെയാണ്, അതായത് ഒരു ലൂബ്രിക്കന്റ് പോലെ. ഈ ബിസിനസ് ഹാർഡായിട്ട് തോന്നുകയാണെങ്കിൽ ഈ ഇവന്റ്സ് ഈസി ആക്കി തരും. എന്തുകൊണ്ട്? അവിടെ ഉണ്ടാവും നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, നിങ്ങൾക്ക് DR എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, ഡൗൺലൈൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, അപ്ലൈൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, അതൊക്കെ ഇവിടെ പാസ് ഡൗൺ ചെയ്യാൻ പറ്റും. അവർക്ക് നിങ്ങളുടെ ജോലി ചെയ്തു തരാൻ പറ്റും. സോ എന്തിനാണ് എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി? ഞാൻ പ്രോസ്പെക്റ്റിനെ കുറിച്ചല്ല പറഞ്ഞ, ഞാൻ നിങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഈവൻ നിങ്ങളെ ടീം മെമ്പേഴ്സ് പ്രോസ്പെക്ട്സ് ആണ് അല്ലെ? കാരണം അവര് ട്രാൻസാക്ഷൻ ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. നിങ്ങളെ പ്രോസ്പെക്റ്റും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? നിങ്ങളൊരു ട്രാൻസാക്ഷൻ ചെയ്തിട്ടുണ്ട്, ക്യാഷ് കൈമാറിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. നിങ്ങൾ അത് ക്രോസ് ചെയ്തു. ഒരു പ്രോസ്പെക്റ്റ് എന്നുള്ളത് സസ്പെക്റ്റ് നിന്ന് പ്രോസ്പെക്റ്റിലോട്ട് മാറ്റിയത് എന്താണ്? ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തു, അത്രേ ഉള്ളൂ. ഫൈനലി പ്രോസ്പെക്റ്റിൽ നിന്ന് ഒരു ചാമ്പ്യൻ ആയത് ഓൺലി എപ്പോഴാണ് നിങ്ങൾ ഈ ബിസിനസ്സിനെ ഇവന്റ് ടു ഇവന്റ് കാണാൻ തുടങ്ങുന്നത്. ആ റെസ്പോൺസിബിലിറ്റി ഞാൻ മാത്രമല്ല, എൻ്റെ എല്ലാ ടീമും ഇവന്റ്സിലോട്ട് വരും. എന്തുകൊണ്ട്? കാരണം ഞാൻ എന്തിനാണ് ജോലി ചെയ്യുന്നത്? എന്നിട്ട് ആ തലവേദന ഏൽക്കുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാന്, കൺവിൻസ് ചെയ്യാന്, ആ തീയിനെടുത്ത് ഇങ്ങനെ കൊണ്ടുവരണം. എന്നിട്ട് എന്റെ ടീമിനൊക്കെ എടുത്ത് കൊണ്ടുവരണം. എന്റെ അപ്ലയൻസിന് ചെയ്യാൻ പറ്റൂല. പിന്നെ എന്തിനാ തലവേദന ഏറ്റെടുക്കുന്നത്? എന്തിനാ BICC കൊണ്ടുവന്നൂടെ, BIക്ക് കൊണ്ടുവന്നൂടെ, ഇവന്റ്സിന് കൊണ്ടുവന്നൂടെ? അവിടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് ഇല്ല. ജോയ് നേരത്തെ പറഞ്ഞ പോലെ ഓൺലി വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്നറിയോ? ഇൻവെസ്റ്റ്മെന്റ് മാത്രമാണ്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്, സമയത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ്, ഈ ഇവന്റിന്റെ ഇൻവെസ്റ്റ്മെന്റ്, വേറൊരു ഇൻവെസ്റ്റ്മെന്റും ഇല്ല, റൈറ്റ്? സോ ഇൻവെസ്റ്റ്മെന്റ്, എന്തിന് ഇൻവെസ്റ്റ്മെന്റ്? ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് നിങ്ങളെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്. ഞാന് ഇപ്പോഴും ക്യാഷ് ഉണ്ടാക്കിയിട്ടില്ല, പിന്നെ എങ്ങനെ എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുക? നിങ്ങൾ എങ്ങനെ ഈ ബിസിനസ്സിനെ നോക്കിക്കാണുന്നത്? എത്ര ആൾക്കാര് 50 വർഷം 15 വർഷത്തിന് ഇതിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത എത്ര ആൾക്കാരുണ്ട്? മിനിമം 15 വർഷമെങ്കിലും ആൾക്കാർ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ചെലവാക്കിയിട്ടില്ലേ? 15 വർഷം നിങ്ങളുടെ ടൈം. നിങ്ങൾ എപ്പോഴെങ്കിലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടോ? അയ്യോ, ഞാൻ 1ാം ക്ലാസ്സിലാണല്ലോ, ഞാൻ ABCD പഠിച്ചല്ലോ, എനിക്ക് പ്ലസ് മൈനസ് അറിയാലോ, എന്തുകൊണ്ടാണ് ഞാൻ ക്യാഷ് ഉണ്ടാക്കാത്തത്? ഞാൻ ക്യാഷ് ഉണ്ടാക്കണ്ടേ? നിങ്ങൾ 15 വർഷം അവിടെ ചെലവഴിച്ചു, ഇൻവെസ്റ്റ് ചെയ്തു. എത്ര ആൾക്കാര് നിങ്ങളുടെ മക്കളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട്, ഓക്കെ? സോ ചിന്തിച്ചു നോക്ക്, 10 വർഷം പ്ലസ് 2 വർഷം
അപ്പർ KG LKG എനിക്കറിയില്ല, എന്റെ മക്കളിപ്പോ വലുതായിക്കണം, അപ്പൊ എനിക്ക് കിൻഡർ ഗാർഡൻ അതൊക്കെ മറന്നു സത്യം പറഞ്ഞ. സോ പ്ലേ സ്കൂൾ, കിൻഡർ ഗാർഡൻ, പ്രൈമറി സ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ, ഇതൊക്കെ ഇൻവെസ്റ്റ്മെന്റ് അല്ലേ? 15 വർഷം, 12, 13 വർഷം, ചില വർഷം 12 വർഷം. ഓക്കെ, 10ാം ക്ലാസ് കഴിയുന്നത് വരെ എത്ര ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ഓ ഞാൻ 10 വർഷം ഞാൻ പഠിച്ചു, ഇനി എനിക്ക് ക്യാഷ് വേണം. അതിന് എത്ര ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്? കാരണം എന്താ? ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു. ഞാൻ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിലെ എഡ്യൂക്കേഷൻ, ഞാൻ എന്റെ സമയം മൊത്തം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യില്ലല്ലോ. അങ്ങനെ ആരെങ്കിലും ചെയ്യും ഇവിടെ? എങ്ങനെ? ഇല്ല, റൈറ്റ്? കാരണം നിങ്ങൾക്കറിയാ ഇത് സമയമെടുക്കും എന്ന്, അല്ലെ? നിങ്ങളുടെ കുട്ടി ഒരു പ്രൊഫഷണൽ ആകണം എന്നാണെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു ഗ്രാജുവേഷൻ കിട്ടണം എന്നാണെങ്കിൽ അതിന് സമയമെടുക്കും. നിങ്ങൾ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കണം, പ്രോപ്പർ ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് നിങ്ങൾ കൊണ്ടുപോകണം, പ്രോപ്പർ അക്കാഡമിയിലോട്ട് കൊണ്ടുപോകണം, എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് കൊണ്ടുപോകണം, ആ ഫീൽഡുമായിട്ട് എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് കൊണ്ടുപോകണം. പക്ഷെ ഇവിടെ നമ്മൾ പെട്ടെന്ന് നോക്കും. അതെന്തുകൊണ്ടാ? ഇപ്പൊ നേരത്തെ ആകാശിന്റെ നോബിറ്റോൾ കിഡ്നാപ്പ് ചെയ്തില്ലേ? ആ സമയത്ത് പറഞ്ഞ ആകാശിനെ മാത്രമല്ല കിഡ്നാപ്പ് ചെയ്തത്, നമ്മളെല്ലാരും കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെ? നമ്മളെപ്പോഴും പറയില്ലേ, അതൊക്കെ എനിക്കറിയാതെ, കഴിഞ്ഞ BICC അറ്റൻഡ് ചെയ്താണ്, പിന്നെ എന്തിനാ ഞാൻ ഇപ്രാവശ്യത്തെ BICC? അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടില്ല. ഞാൻ അറ്റൻഡ് ചെയ്ത എന്റെ ടീം അറ്റൻഡ് ചെയ്യട്ടെ, അല്ലെങ്കിൽ ഞാൻ ബെഡ്റൂമിൽ നിന്ന് വാഷ്റൂമിൽ നിന്ന് ഞാൻ അറ്റൻഡ് ചെയ്യാം, ഞാൻ ടീമിന്റെ ഒപ്പം ഒന്നും അറ്റൻഡ് ചെയ്യൂല. എങ്ങനെയാ നടക്കുക? അങ്ങനെ നടക്കില്ല. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ സമയം കൊടുക്കണം, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, നമുക്ക് ആ കംപ്ലീറ്റ് ഓണർഷിപ്പ് വേണം, എന്നാൽ മാത്രമേ നമ്മൾ വിശ്വസിക്കുള്ളൂ. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഹണ്ടിങ് അല്ല, ഇത് സെയിൽസ് അല്ല. ആരെങ്കിലും പിടിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ക്യാഷ് കിട്ടും. നിങ്ങൾ കോണ്ടാക്റ്റിലുള്ള ആരെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാല് ആളെ പൊട്ടനാക്കിയിട്ട് ഒരു പ്രൊഡക്റ്റ് മേടിപ്പിച്ചിട്ട് ക്യാഷ് മേടിപ്പിക്കുക, അതല്ല, അത് സെയിൽസ് ആണ്. ഞാൻ എന്റെ ബാങ്കിങ് കരിയറിൽ ഞാൻ ചെയ്ത കാര്യമാണത്. ക്രെഡിറ്റ് കാർഡ് ആൾക്കാർക്ക് കൊടുക്കും, എക്സ്ട്രാ ചാർജസ് ഇൻട്രസ്റ്റ് ഒക്കെ കൊടുപ്പിക്കും, എന്നിട്ട് ആൾ എന്നെ വിളിക്കും. ക്രെഡിറ്റ് കാർഡ് വിൽക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പറയില്ലേ, സാർ എന്റെ കാർഡ് എടുത്തു, എന്റെ ബാങ്ക് അതുണ്ട്, സിറ്റി ബാങ്കിൽ അതുണ്ട്, ഈ ഓഫർ ഉണ്ട്, ആ ഓഫർ ഉണ്ട്. കാർഡ് വിറ്റ് കഴിഞ്ഞാൽ ഒരു ഫീസ് മേടിക്കും, എന്നിട്ട് പറയും സാർ 18000234 ആ നമ്പർക്ക് വിളിച്ചാൽ മതി പറയും. കാരണം എന്താ? അത് സെയിൽസ് ആണ്, അത് ഹണ്ടിങ് ആണ്. ഇവിടെ വർക്ക് തുടങ്ങുന്നത് നിങ്ങൾ ഒരാളെ സൈനപ്പ് ചെയ്യുമ്പോഴാണ്. ഇവിടെ വർക്ക് തുടങ്ങുന്നത് നിങ്ങൾ ഒരാളെ സൈനപ്പ് ചെയ്യുമ്പോഴാണ്. ഇത് ഹണ്ടിങ് അല്ല, ഇത് ഫാമിംഗ് ആണ്. ഫാമിംഗ്, ഇത് പാരന്റിങ് ആണ്. പാരന്റിങ്ങും ഫാമിങ്ങും തമ്മിൽ ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയോ? മുളച്ചു വരാനുള്ള സമയവും കൊയ്യാനുള്ള സമയവും രണ്ടും രണ്ടാണ്. ഒരു ഫാർമർ കണ്ടിട്ടുണ്ടോ? വിത്തിടും, അത് മുളച്ചു വരും, അപ്പൊ തന്നെ കൊയ്യും, അല്ലെ? അത് ഡിഫറെന്റ് സീസൺസ് ആണ്, അല്ലെ? അതേപോലെ തന്നെ ഇവിടെ ഫസ്റ്റ് കൊയ്യണം, ഇൻവെസ്റ്റ് ചെയ്യണം, ഇറിഗേറ്റ് ചെയ്യണം, അല്ലെ? വളമിടണം, ഫെർട്ടിലൈസർ ഇടണം, കാക്ക വരുന്നത് നോക്കണം. കാക്ക ഇല്ലാന്നാണെങ്കിൽ നമ്മൾ പോയിട്ട് കാക്കനെ ആട്ടണം, അല്ലേ? ആ കൃഷി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? കർഷകരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ നിങ്ങള്? ചിലപ്പോ നിങ്ങൾ പൊട്ടിച്ചിരിക്കും, പക്ഷെ അതൊക്കെ ചെയ്യും, അല്ലേ? അവരെ കൃഷി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും, കുറച്ച് സ്ഥലം മേടിക്കും, കുറച്ച് വിത്ത് വാങ്ങിക്കും, ആ വിത്തിനങ്ങോട്ട് എറിയും, എന്നിട്ട് നമ്മൾ പറയും എന്താ മുളക്കാത്ത കയറി? അങ്ങനെ വരൂല ബാബാ, അതിന് സമയമെടുക്കും. എല്ലാവരും പ്ലാന് കേൾക്കും. നമ്മൾ പറയില്ലേ, പ്ലാൻ എ, പ്ലാൻ ബി, ഫൈനാൻഷ്യൽ കേൾക്കും, അല്ലെ? പവർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ. സോ നമ്മളടുത്ത ചെസ് ഗെയിം പറയൂലേ? ചെസ് ഗെയിമിൽ എന്താണ്? ബുക്ക് പറയും, ആ ബുക്കിലെ സ്റ്റോറി പറയുന്നത് ഇതുണ്ട്, അല്ലെ? VP സച്ചി അത് എപ്പോഴും ഇന്നലെയും കൂടി ഷെയർ ചെയ്തിട്ടുള്ളൂ. ഒരു കവിന്റെ ഒരു സ്റ്റോറി. ആള് ഒരു റൈറ്റർ ആണോ പോയറ്റ് ആണോ എന്നറിയില്ല. ആള്
ആള് എഴുതിയത് രാജാവിന് കാണിച്ചു കൊടുക്കും. രാജാവ് ഭയങ്കര ഹാപ്പിയാണ് എന്ന് പറയും. അപ്പൊ രാജാവ് പറയും, നിനക്ക് എന്താ വേണ്ടത് അതൊക്കെ പറഞ്ഞോ, ഞാൻ നിനക്ക് എന്ത് വേണമെങ്കിലും തരാന്ന് പറയും. അപ്പൊ ആള് ആ ചെസ് ബോർഡ് പോയിന്റ് ചെയ്തിട്ട് പറയും, എനിക്ക് ആദ്യത്തെ കള്ളിയില് ഒരു വിത്ത്, രണ്ടാമത്തെ കള്ളിയില് 2 വിത്ത്, മൂന്നാമത്തെ കള്ളിയില് 4 വിത്ത്, അങ്ങനെ ഓരോ വിത്ത് ഓരോ കള്ളി കൂടുന്തോറും ഡബിൾ ആക്കിയിട്ട് തരണം എന്ന് പറയും. അപ്പോ നമ്മളെ ബിസിനസ്സിൽ ഈ ബോക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസങ്ങളാണ്. ബോക്സസ് എന്ന് പറഞ്ഞാൽ മാസങ്ങളാണ്. 64 മാസം എന്താണാവോ? 5 വർഷം 60 മാസമായി അല്ലെ? 4 മാസം അങ്ങോട്ടും ഇങ്ങോട്ടും പോട്ടെ. പക്ഷെ ആ 64 മാസം 64 ബോക്സസ് ആണ്. അപ്പൊ എല്ലാ മാസവും ഓരോ ഇവന്റ് ഉണ്ടാവും, ഓരോ ക്യാമ്പ് ഉണ്ടാവും, ഓരോ സിസ്റ്റം ഉണ്ടാവും. സിസ്റ്റം എല്ലാം ഞായറാഴ്ച ഉണ്ടാവും. സോ നമ്മൾ കാണേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ സിസ്റ്റം കൗണ്ട് ഇൻക്രീസ് ആവുന്നുണ്ടോ? നിങ്ങൾ എപ്പോഴേലും വിശ്വസിച്ചിട്ടുണ്ടോ? ക്ലാരിറ്റി ഉണ്ടോ? എല്ലാവരും ഇങ്ങനെ ചോദിച്ചു നോക്കൂലേ, എനിക്ക് ആ വിഷൻ കാണാൻ പറ്റുമോ? കാരണം 64 മാസം ഞാന് അതുപോലെ ആകും. നമുക്ക് എല്ലാവർക്കും ആ സ്റ്റോറി അറിയാലേ. ലാസ്റ്റ് രാജാവ് കീഴടങ്ങി. എന്നിട്ട് പറഞ്ഞു, ബാബാ നിർത്ത്, മതി, എനിക്ക് എല്ലാ വിത്തും തരാൻ പറ്റൂല. കാരണം ഇതിനും അപ്പുറം പോയി കഴിഞ്ഞാൽ ലോകത്തുള്ളത് മൊത്തം കൊടുത്താലും നിങ്ങൾക്ക് കഴിയില്ല. അതാണ് കമ്പൗണ്ടിങ് ഇത് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ അതിൽ വിശ്വസിക്കുന്നുണ്ടോ? നമുക്കത് കാണാൻ പറ്റുന്നുണ്ടോ? 64 മാസം കഴിഞ്ഞാല് എന്റെ ടീം സൈസ് ലോകം മൊത്തം സ്പ്രെഡ് ആവുന്നുള്ളത് അതിൽ വിശ്വസിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ എല്ലാ ഇവന്റും ഞാൻ ഒറ്റക്കാണോ പോകുന്നത്? അതോ ഞാൻ ഒരാളെ സൈനപ്പ് ചെയ്തു, ഞാൻ ആക്ടിവിറ്റി ഒന്നും ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് കംപ്ലൈന്റ് ചെയ്തുകൊണ്ട് പറയും, ഞാൻ എപ്പോഴും ഇങ്ങനെ അപ്ലൈന്റെ ഷോൾഡർ നോക്കി പോകും. അപ്ലൈന്റെ ഷോൾഡർ എന്ന് പറഞ്ഞാൽ അപ്ലൈൻ എപ്പോഴും കരയാണ് അല്ലേ? അപ്ലൈന്റെ ഡോൺലൈൻ എപ്പോഴും കരഞ്ഞോണ്ടിരിക്കുക അല്ലെ? അപ്ലൈന്റെ ഷോൾഡർ അമിതാഭ് ബച്ചനെ പോലെ ഉണ്ടാവും. കാരണം എന്താ? എല്ലാ ദിവസവും എല്ലാ സമയവും ആ ടീം മെമ്പർ അപ്ലൈന്റെ ഷോൾഡറിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അല്ലെ? പക്ഷെ ആൾ ആക്ടിവിറ്റി ചെയ്യില്ല. കാരണം എന്താ? ഞാൻ ചെയ്യുന്നത് അപ്ലൈന്റെ ബിസിനസ് ആണ്. അപ്ലൈൻ എന്നോട് പറയാണ് ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് പറയും, അയ്യോ പറ്റൂല, ഞാനിത് ചെയ്തതാണ്, ഞാനിത് 6 ആഴ്ച ചെയ്തതാണ്, 6 ദിവസം ചെയ്തതാണ്. പക്ഷെ നമ്മൾ എന്താ ബിൽഡ് ചെയ്യുന്നത്? നമ്മൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള സാധനത്തിന് ടൈമും എഫേർട്ടും വേണം. എത്ര ആൾക്കാര് നിങ്ങൾ ഫസ്റ്റ് ഡേയിൽ തന്നെ CEO ആയിട്ടുണ്ട്, നിങ്ങളെ കരിയറിലെ ഫസ്റ്റ് ഡേ തന്നെ. ചില ആൾക്കാർ 20-25 വർഷമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഇപ്പോഴും CEO ആയിട്ടില്ല. സോ ടൈം എടുക്കും, എന്തിനും ടൈം എടുക്കും, റൈറ്റ്? അല്ലെങ്കിൽ എഫേർട്ട് ഒന്നും എടുക്കാതെ ഞാൻ അറ്റൻഡ് ഒക്കെ ചെയ്യുന്നുണ്ട്, ഇവന്റ് അറ്റൻഡ് ഒക്കെ ചെയ്യുന്നുണ്ട്, എല്ലാതും അറ്റൻഡ് ചെയ്യണം, സിസ്റ്റം അറ്റൻഡ് ചെയ്യണം, VSL അറ്റൻഡ് ചെയ്യണം. ഞാൻ ഒറ്റക്കാണ്, ഒരു ഡൗൺലൈൻ ഉള്ളത്, ഞാൻ ഓനെ എടുത്തിട്ട് വരാം. ഞങ്ങൾ 2 ആൾക്കാരും ഞങ്ങൾ രണ്ടുപേരും കൈ പിടിച്ചിട്ട് ഞങ്ങൾ പോയിക്കൊണ്ട് എന്നിട്ട് കുമ്പായ പാടി നടക്കാം. നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ ടാർഗറ്റ് വെച്ചിട്ട്? കാരണം ഒരു എംപ്ലോയിക്ക് ടാർഗറ്റ് ഉണ്ടാവില്ല. എംപ്ലോയിക്ക് ടാർഗറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഒരു ഓണ്ടർപ്രണറിന് എപ്പോഴും ഒരു ടാർഗറ്റ് ഉണ്ടാവും. ഞാൻ ഇന്ന് ഷോപ്പ് തുറന്നു, എനിക്ക് ഇന്ന് ഇത്ര ടേൺ ഓവർ ഉണ്ടായിരിക്കണം, ഇത്ര ക്യാഷ് കൗണ്ടറിൽ ഉണ്ടായിരിക്കണം, ഈ മാസം ഇത്ര ടേൺ ഓവർ എനിക്ക് ഉണ്ടായിരിക്കണം, റൈറ്റ്? ആ ബിലീവ് അവിടെ തന്നെ ഉണ്ടാകണം, ആ എഫേർട്ട് അവിടെ തന്നെ ഉണ്ടാവണം, റൈറ്റ്? നമ്മൾ അതിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ, ഈ ഇവന്റിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ ഒരു പ്രോമിസ് ചെയ്യേ, ഒരു പ്രോമിസ് ചെയ്യും. BIക്ക് മിനിമം ഒരു 5 ആളെങ്കിലും ഉണ്ടാവും. അത് മതി, അധികം വേണ്ട. 5 പേര് 4 മാസം 3 മാസം ഒന്നും വേണ്ട, 5 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റും. ഒരു ദിവസം കൊണ്ട് ചെയ്ത ആൾക്കാരുണ്ട്. ഒക്കെ ഡിസിഷന്റെ പുറത്താണ്. ആ ഒരു ഡിസിഷൻ എടുത്താൽ മാത്രം മതി. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഒറ്റക്കാണെങ്കിൽ ആ ഓണർഷിപ്പ് എടുക്കുക. ഈ ബിസിനസ് എന്റെ ആണ്. ഇത് നിങ്ങളെ ഫസ്റ്റ് ഇവന്റ് ആണെങ്കിൽ ഈ എല്ലാ ഫിഗേഴ്സും ഫാക്ടൊക്കെ കിട്ടി, കമ്പനീനെ കുറിച്ചിട്ട്
ഇത്ര ആൾക്കാർ എല്ലാ കാര്യങ്ങളും കിട്ടിയിട്ട് നിങ്ങൾ ഇനിയും ഡൗട്ട് ഉണ്ട് എന്നാണെങ്കിൽ പിന്നെ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂല. പക്ഷെ നിങ്ങൾക്ക് ആ ബിലീവ് കിട്ടിയിട്ടുണ്ട് എന്നാണെങ്കിൽ, അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ട് എന്നാണെങ്കിൽ, ഇത് നിങ്ങളെ ഫസ്റ്റ് ഇവന്റ് ആണെങ്കിൽ എൻഷുർ ചെയ്യുക 5 ആൾക്കാർ നിങ്ങളൊപ്പം വിജയിക്കുന്നുണ്ടാവും. കാരണം നിങ്ങൾ ഒറ്റക്ക് പോകുന്ന പവറും നിങ്ങൾ 5 ആൾക്കാരായിട്ട് പോകുന്ന പവറും നിങ്ങൾ ഒരു തോക്ക് തിളങ്ങുന്നതിനേക്കാളും നിങ്ങൾ ഒരു ടാങ്ക് തിളങ്ങി വരുന്ന തിളക്കത്തിൽ വരും. അത്ര പവറിൽ നിങ്ങളെ ടീം ഗ്രോ ആവും. നിങ്ങൾ 5 ആൾക്കാരായിട്ട് പോകുന്നതാണെങ്കിൽ ആ 5 മൾട്ടിപ്ലൈ ഇൻറ്റു 5 ആയിട്ട് വരും. സി എനിക്കറിയണ്ട അതിൽ എന്താണ് ഷെയർ ചെയ്യേണ്ടതെന്നുള്ളത്. കാരണം എല്ലാവരും എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഓൾറെഡി നമ്മൾ ടൈം കുറച്ച് കൂടുതൽ പോയിട്ടുണ്ട്, ടൈമിനെ കുറച്ച് കൂടുതൽ പോയിട്ട് കുറച്ച് ടെക്നിക്കൽ ഗ്ലിച്ച് ഉണ്ടായിരുന്നു, യൂട്യൂബിന്റെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സോ എല്ലാ കാര്യങ്ങളും ചില സാധനങ്ങളൊക്കെ ലോജിക്കലാണ്. ഓക്കെ, അപ്പോൾ എല്ലാ മോഡ്യൂൾസും ലോജിക്കിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ എനിക്ക് ലോജിക്കിനെ കുറിച്ച് അറിയില്ല, കാരണം അത് എന്റെ കയ്യിലില്ല. ലോജിക്ക് ഇല്ല എനിക്ക് ആകെ മാഡ്നസും മാജിക്കും ഇഷ്ടമുള്ളൂ. കാരണം എന്ത് കാര്യം സബ്സ്റ്റാൻഷ്യൽ ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നാണെങ്കിൽ നിങ്ങൾ മാഡ് ആയിരിക്കണം. നോർമൽ ആൾക്കാർക്ക് നോർമൽ റിസൾട്ട് കിട്ടും, ക്രേസി ആയിട്ടുള്ള ആൾക്കാർക്ക് ക്രേസി റിസൾട്ട് കിട്ടും. സോ നിങ്ങൾ ക്രേസി ആണോ? നിങ്ങൾ ക്രേസി ആണോ? കുറച്ച് എക്സൈറ്റ്മെന്റ് കാണിക്ക്, അപ്പോഴാണ് എനിക്ക് വിശ്വാസം വരുള്ളൂ. ശാന്തനു പറഞ്ഞ പോലെ ഒരു വീക്ക് പാർട്ട്ണർ സച്ചിൻ ഗുപ്ത, ഒരു വീക്ക് കൗൺസിൽ മനീഷ് കുമാർ, ഒരു വീക്ക് കൗൺസിൽ ആദിത്യ ബൻസൽ, അല്ലെങ്കിൽ ഒരു അറ്റം ബോംബ് രാജേഷ് കിങ്ങർ, അത് മതി. ലോകത്തിൽ ഒരുപാട് ആൾക്കാർ ഇത് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല എല്ലാവരും ചാമ്പ്യൻ ആവുന്നുള്ളത്. കാരണം അങ്ങനെയാണ് ബീസ്റ്റിന്റെ നേച്ചർ, അങ്ങനെയാണ് ബിസിനസിന്റെ നേച്ചർ. പക്ഷേ 5 ആൾക്കാർ തീരുമാനിക്കുകയാണ്, ഞാൻ അവിടെ എത്തും, ഞാൻ ഈ ബിസിനസിന്റെ സ്വന്തമാക്കും, ഞാൻ ഈ ബിസിനസ് പൊളിച്ചെടുക്കും. നിങ്ങളെ ആ ദിവസം കമ്പ്ലീറ്റ് ആക്കും. സി നിങ്ങൾ എക്സൈറ്റഡ് ആണെങ്കിൽ, നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ, നിങ്ങൾ ഫുൾ ഓഫ് എനർജി ആണെങ്കിൽ, റൈറ്റ്, ഇതിന്റെ 10 ഇരട്ടി നാളെ പ്രതീക്ഷിക്കും. കാരണം പിക്ചർ അഭി ബാക്കി ഹൈ ദോസ്ത്. ഷാറുഖ് ഖാൻ, അമിതാഭ് ബച്ചൻ, ടോം ക്രൂസ്, നമ്മൾ ഇൻഡസ്ട്രിയിലുള്ള എല്ലാവരും നാളെ വരും. ഓക്കെ, ഇന്ന് വന്ന ആൾക്കാരൊന്നും ഡിസ്റെസ്പെക്ട് ചെയ്യല്ല കേട്ടോ. അവരൊക്കെ മനോജ് കുമാറും എനിക്ക് ഉത്തം കുമാർ ഞാൻ പറയില്ല. ഓക്കെ, റൈറ്റ്. പക്ഷെ റിയൽ ചാമ്പ്യൻസ്, റിയൽ തലപതി, തലൈവ ഇസ് നാളെ വരികയാണ്. ഓക്കെ, സോ ആർ യു റെഡി? എംപ്റ്റി കപ്പായിട്ട്, ഫുൾ പൈപ്പ് ലൈൻ ആയിട്ട് പോലെ, എംപ്റ്റി പൈപ്പ് ലൈൻ ആയിട്ട്. ഓക്കെ, നിങ്ങൾക്ക് അത് മൊത്തം എടുത്ത് പൈപ്പ് ലൈൻ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാം, നിങ്ങൾക്ക് നിങ്ങളുടെ ടാങ്കിലിടാം. കാരണം നാളെ ആര് ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ നാളെ വരാം. ഓക്കെ, നിങ്ങളെ വേറെ ലെവലിലോട്ട് കൊണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഇന്ന് നിങ്ങൾ പുലിനെയും സിംഹത്തിനെയും കണ്ടിട്ടുണ്ട് എന്നാണെങ്കിൽ നാളെ റോയൽ ബംഗാൾ ടൈഗർ വരികയാണ്. റൈറ്റ്, സോ നോട്ട്ബുക്ക് ആയിട്ട് റെഡിയാക്കി വെച്ചോ. ഇന്ന് ആരെങ്കിലും മിസ്സാക്കിയിട്ടുണ്ട് എന്നാണെങ്കിൽ കഴുത്തിന് പിടിച്ചിട്ട് ടാക്സിയിൽ പൈസ ഒക്കെ മേടിച്ച് എന്തെന്നെ കാട്ടിക്കോ, കാൻഡിൽ ലൈറ്റ് ഡിന്നർ കൊണ്ടുവരാന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടാണെങ്കിലും വേണ്ടില്ല, നാളെ എല്ലാവരും അവിടെ ഉണ്ടായിരിക്കണം. കാരണം നാളെ ജൈഗാൻഡിക് ആയിട്ടുള്ള പരിപാടിയാണ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. എനിക്കറിയില്ല എന്താ ഞാൻ പറയേണ്ടതെന്ന് അറിയില്ല, ഞാൻ ജസ്റ്റ് എൻ്റെ മൈൻഡിൽ വന്ന കാര്യങ്ങൾ പറഞ്ഞതാണ്. എല്ലാവരും വിളിക്കുകയും എല്ലാവരും വെക്കുക, എല്ലാവരും വിളിക്കുക. നാളെ നമുക്ക് മക്ക, മദീന, ബെത്ലഹേം എല്ലാം കാണിച്ചു കൊടുക്കും. ഓക്കെ,
താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്. സി യു ടുമോറോ.